നമസ്കാരം. കുംഭകർണൻ്റെ മരണം രാവണനെ വല്ലാതെ ഉലച്ചു. രാവണൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരിക്കലും കുംഭകർണൻ ഈ വിധം കൊല്ലപ്പെടുമെന്ന് രാവണൻ കരുതിയില്ല. അത് ഇത്ര വേഗം. ഇന്ദ്രൻ തോൽപ്പിച്ചു. ലോകം മുഴുവൻ അടക്കി വാഴുന്ന നിലയിലുള്ള പ്രതാപശാലിയായ പോരാളിയാണ് കുംഭകർണൻ. കുംഭകർണൻ ഏവർക്കും ഭയമാണ്. ആ കുംഭകർണൻ യുദ്ധം ചെയ്ത് ഈ വിധം മരണത്തെ പുൽകുമെന്ന് രാവണൻ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. കാരണം കുംഭകർണൻ അങ്ങനെ പ്രത്യേകിച്ച് ശാപമൊന്നും ഏറ്റിട്ടില്ല. കൊല്ലപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ആരാലെങ്കിലും വധിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകിച്ച് ശാപമൊന്നും കുംഭകർണൻ ഏറ്റിട്ടില്ല. രാവണനാണെങ്കിൽ നിരവധി ശാപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ കുംഭകർണൻ എന്തായാലും കുറേ അധികം പേരെങ്കിലും വധിക്കും. കുംഭകർണൻ ഒരു പരിധിവരെയെങ്കിലും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ രാവണൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ കുംഭകർണനാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. വന്ന ദൂതന്മാർ പറഞ്ഞത് കുംഭകർണൻ്റെ ശരീരം തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ച് കടലിലേക്ക് എറിഞ്ഞു എന്നാണ് പറഞ്ഞു കേട്ടത്. ചില അവശിഷ്ടങ്ങൾ, കരങ്ങളും കാലുമൊക്കെ അവിടെ യുദ്ധക്കളത്തിൽ കിടക്കുന്നുണ്ടെന്നും രാവണനോട് പറഞ്ഞു. തലയും ശരീരമൊക്കെ ദൂരത്തേക്ക് എറിയപ്പെട്ടു എന്നും ഇവർ പറഞ്ഞപ്പോൾ രാവണന് അതങ്ങ് സഹിക്കാനാകുന്നില്ല. കാരണം തൻ്റെ സഹോദരൻ്റെ മൃതശരീരം പോലും പൂർണ്ണമായി കാണാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം രാവണനെ വല്ലാതെ വേദനിപ്പിച്ചു. രാവണൻ പൊട്ടി കരയുകയാണ്. രാവണൻ ബോധരഹിതനായി. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി രാവണനെ സാന്ത്വനിപ്പിക്കുകയും രാവണൻ്റെ ബോധം വീണ്ടെടുക്കുകയും ചെയ്തു. രാവണൻ, ദുഃഖിതനായ രാവണനെ വീണ്ടും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കുവാൻ രാവണൻ്റെ മകൻ അതികായൻ മുന്നോട്ട് വന്നു. അതികായൻ ഒരു വലിയ പോരാളിയാണ്. അതികായനും കുംഭകർണനെ പോലെ നീതിമാനും ധർമ്മിഷ്ഠനും ധർമ്മനീതികളിൽ വിട്ടുവീഴ്ചയില്ലാത്തതുമായ ഒരു വലിയ പോരാളിയാണ്. അതികായൻ വന്ന് പറഞ്ഞു, പിതാവേ, അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത്? ഇവിടെ പോരാടുവാൻ നാം പലരുമുണ്ടല്ലോ. ഇപ്പോൾ അങ്ങയുടെ ദുഃഖം കാണുമ്പോൾ നമ്മുടെ കുലം നശിച്ചുപോയി എന്ന നിലയിലുള്ള വേദനയാണ് അങ്ങയ്ക്കുള്ളത് എന്ന് തോന്നും. നമ്മുടെ കുലത്തിൽ അങ്ങനെ പോരാളികൾക്ക് അന്ത്യമൊന്നും വന്നിട്ടില്ല. നാം ഒരാൾ വിചാരിച്ചാൽ മതി ഈ മുഴുവൻ വാനര സൈന്യത്തെയും ഈ രണ്ട് മനുഷ്യരെയും തകർക്കാനുള്ള കരുത്ത് നമുക്കുണ്ട്. നമ്മോടൊപ്പം ഋഷിരസ് തുടങ്ങിയ മറ്റു 8 പോരാളികൾ ഇതാ നിൽക്കുന്നത് കണ്ടില്ലേ? ദേവാന്തകൻ, ഹരാന്തകൻ, മഹോദരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ, കുംഭനും നികുംഭനും കണ്ടില്ലേ അങ്ങ് നിൽക്കുന്നത്? ഇത്രയും കരുത്തരായ ഈ പോരാളികൾ നിൽക്കുമ്പോഴാണോ അങ്ങ് വിഷമിക്കുന്നത്? നാം പോരാട്ടത്തിന് തയ്യാറാണ്. ഞങ്ങൾ ഒന്നിച്ചിറങ്ങാം. നമ്മെ പോകാൻ അനുവദിക്കണം.
യുദ്ധം ചെയ്യാൻ അനുവദിക്കണം. ഇവരെ കീഴ്പ്പെടുത്തുവാൻ, ഇവരെ നശിപ്പിക്കുവാൻ നമ്മെ അനുവദിക്കണം. ഇങ്ങനെ അതികായൻ വളരെ ആവേശത്തോടുകൂടി രാവണനോട് സംസാരിക്കുമ്പോൾ രാവണന് വലിയ സന്തോഷം തോന്നി. ബോധരഹിതനായി വീണ രാവണന്റെ ആ അവസ്ഥയൊക്കെ മാറി രാവണൻ വീണ്ടും ഊർജ്ജസ്വലനായി. രാവണന് വലിയ പ്രതീക്ഷയായി. രാവണൻ എണീറ്റ് വന്ന് തൻ്റെ സ്വന്തം പുത്രനെ അതികായൻ ആലിംഗനം ചെയ്തു, അനുഗ്രഹിച്ചു. യുദ്ധത്തിന് പോകാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്തുവാൻ പറഞ്ഞു. പെരുമ്പട കുട്ടിക്കൊള്ളാൻ പറഞ്ഞു. പെരുമ്പട അതുവരെ ഉണ്ടായതിനേക്കാളും ഏറ്റവും വലിയ പട, പെരുമ്പട. അതിനു മുമ്പ് നടന്ന എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തതിനേക്കാളും കരുത്തരായ, ഭീകരമായ നിലയിലുള്ള പെരുമ്പടയുമായി പോകുവാൻ രാവണൻ നിർദ്ദേശം നൽകി. അങ്ങനെ പെരുമ്പടയുമായി ഇവർ യുദ്ധത്തിന് പോയി. അതികായൻ രഥത്തിൽ ഇങ്ങനെ തലയുയർത്തി നെഞ്ചു വിരിച്ച് ഇവരെ നയിച്ചുകൊണ്ട് മുന്നോട്ട് ചെല്ലുകയാണ്. ഇവരെ കണ്ടപ്പോൾ തന്നെ വാനരന്മാർക്ക് ഭയമായി. അതുവരെ കാണാത്ത ഉശിരിലും വീറിലും ഒരു പറ്റം ഭീകരന്മാരായ രാക്ഷസന്മാർ വരുന്നത് കണ്ട് വാനരർ വല്ലാണ്ട് ഭയന്നു. എങ്കിലും വാനരർ ചെറുത്തു നിൽക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഇവർ ചെന്നു രാക്ഷസ ഭടയുമായി വാനരന്മാർ ആ ഭടന്മാരുമായി ഏറ്റുമുട്ടി. ഇതോടൊപ്പം അംഗദൻ നരാന്തകനുമായി ഉള്ള ഏറ്റുമുട്ടലും ശക്തിപ്പെട്ടു. 3 പേരുമായി കടുത്ത പോരാട്ടം അംഗദൻ നടത്തവേ അംഗദൻ ക്ഷീണിച്ചു. ഇത് കണ്ട് നീലൻ ചാടി വീണ് ഇവർ 3 പേരുമായിട്ട് അംഗദനെ സഹായിച്ചുകൊണ്ട് ഇടപെട്ട് 3 പേരുടെ കഥ കഴിച്ചു. ഹനുമാനും സുഗ്രീവനും അംഗദനും നീലനുമായി അതികായനോടൊപ്പം വന്ന എല്ലാവരുടെയും കഥ കഴിച്ചു. രാക്ഷസ പടയുടെയും ഒരു വലിയ വിഭാഗം കൊല്ലപ്പെട്ടു. ഈ സമയം അതികായൻ മുന്നോട്ട് വന്നു. അതികായൻ മുന്നോട്ട് വന്നിട്ട് അതികായൻ ഒരു ദൂത് പറഞ്ഞയച്ചു ശ്രീരാമന്റെ അടുത്തേക്ക്. താൻ ലക്ഷ്മണനുമായി യുദ്ധം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പോരാട്ടത്തിൽ തനിക്കിഷ്ടമുള്ള ആളിനെ പോരിന് വിളിക്കാം. ആ നിലയിൽ ലക്ഷ്മണനുമായുള്ള പോരാട്ടത്തിന് താൻ തയ്യാറാണ്. ലക്ഷ്മണനെ വെല്ലുവിളിച്ചുകൊണ്ട് അതികായൻ ദൂതയച്ചു. ദൂതൻ ഒറ്റയ്ക്ക് മുന്നോട്ട് ചെല്ലുന്നു കണ്ടപ്പോൾ വാനരന്മാർ വളഞ്ഞു. ഒരു രാക്ഷസൻ ഒറ്റയ്ക്ക് നടന്ന് വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് കയ്യേറ്റം ചെയ്യുവാൻ വേണ്ടി വാനരന്മാർ വളഞ്ഞു. അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, അരുത്, അയാൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. അപ്പോൾ വാനരന്മാർ മാറി. അപ്പോൾ അയാൾ വന്നു പറഞ്ഞു, അതികായൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ലക്ഷ്മണനുമായി. ആ വിവരം പറയുവാനാണ് നമ്മെ അയച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, ലക്ഷ്മണൻ യുദ്ധത്തിന് വരും. അപ്പോൾ ഈ സമയം വിഭീഷണനോട് അതികായന്റെ വിശേഷങ്ങൾ തിരക്കുകയായിരുന്നു. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, അതികായനും ഖരനും പണ്ട് മധുകൈടഭന്മാർ പുനർജന്മമാണ്. മധുവിനെ അങ്ങ് വധിച്ചല്ലോ ഖരൻ.
മധുവിൻ്റെ പുനർജന്മമാണ് ഖരൻ. മധു കൈടഭന്മാർ പുനർജന്മമാണ് അതികായൻ. മഹാവിഷ്ണുവിൻ്റെ ചെവിയിൽ നിന്നും പ്രളയകാലത്ത് ഇങ്ങനെ ചെവിക്കായം എടുത്തിങ്ങനെ പുറത്തേക്ക് കളഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉയർകൊണ്ട 2 രാക്ഷസരാണ് മധു കൈടഭന്മാർ. വെള്ളത്തിൽ ജനിക്കുകയും വെള്ളത്തിൽ വളരുകയും വെള്ളത്തിൽ യുദ്ധം ചെയ്യുകയും വെള്ളത്തിൽ പോരാടുകയും ചെയ്ത 2 കൊടും രാക്ഷസരാണ്. അവർക്ക് ഒന്നിനും അറിയില്ല. അന്ന് അവർ ഇങ്ങനെ വെള്ളത്തിൽ ജനിച്ചു. പ്രളയമാണല്ലോ, പ്രളയകാലത്ത് ജനിച്ചു. വെള്ളത്തിലൂടെ 2 പേരും കൂടെ നീന്തി പോകുമ്പോൾ ഹൂങ്കാര ശബ്ദം കേട്ടു. ആ ശബ്ദത്തെ അവർ പ്രാർത്ഥിച്ചു. ആ ശബ്ദത്തെ പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മരണമുണ്ടാകാവൂ എന്ന്. അവർക്ക് ആ വിധത്തിലുള്ള വരം ബ്രഹ്മദേവൻ കൊടുത്തു. ഈ സമയം ബ്രഹ്മദേവൻ്റെ മുഖത്ത് നിന്നും വേദങ്ങളെ തട്ടിപ്പറിച്ചുകൊണ്ട് ഇവർ കടന്നു. ബ്രഹ്മദേവനെ ആക്രമിക്കാൻ പോയി. ബ്രഹ്മദേവൻ കടലടിയിൽ പോയി ഒളിച്ച്. ബ്രഹ്മദേവൻ അവസാനം മഹാവിഷ്ണുവിനെ അഭയം തേടി. ഏതാണ്ട് 5000 വർഷം യുദ്ധം ചെയ്തു. ആദ്യം മധു യുദ്ധം ചെയ്യും. മധു ക്ഷീണിക്കുമ്പോൾ കൈടഭന്മാർ ഇങ്ങനെ പരസ്പരം ഇവർ മാറി മാറി യുദ്ധം ചെയ്യും. മഹാവിഷ്ണു എന്ത് യുദ്ധം ചെയ്തിട്ടും ഇവർ കൊല്ലപ്പെടുന്നില്ല. അവസാനമാണ് അറിയുന്നത്, ബ്രഹ്മദേവനെ മഹാവിഷ്ണു വിളിച്ചു വരുത്തിയപ്പോഴാണ് അറിയുന്നത് ഇവർക്ക് മരിക്കണമെങ്കിൽ ഇവർ തന്നെ തീരുമാനിക്കണം എന്നുള്ള വിവരം അറിയുന്നു. അപ്പോൾ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും കൂടെ തീരുമാനിച്ചു, മധു കൈടഭന്മാരോട് തന്നെ വരം ചോദിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മഹാവിഷ്ണു തോൽക്കുകയും നമ്മോട് വരം ചോദിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങളെ വധിക്കാനുള്ള വരമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കാൻ നിവൃത്തിയില്ലല്ലോ. പക്ഷെ ഇവരെ വധിക്കണമെങ്കിൽ ആകാശത്തും ഭൂമിയിലും വെച്ച് വധിക്കാനാവില്ല. വെള്ളത്തിലും ആകാശത്തും ഭൂമിയിലും വെച്ച് വധിക്കാനാവില്ല. അതും ഇവർക്കുള്ള ഒരു വരമാണ്. അപ്പോൾ മഹാവിഷ്ണു തൻ്റെ തുടയിൽ കിടത്തി ഇവരെ വധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തുട വലുതാക്കി, വലിയ യോജന, വളരെ വലിയ തുടയാക്കി. അപ്പം ഇവർ അതിൻ്റെ ഇരട്ടിയായി വളർന്നു. മഹാവിഷ്ണു അതിലും ഇരട്ടിയാക്കി തൻ്റെ തുട വലുതാക്കിയ ശേഷം ആ തുടയിൽ പിടിച്ചു കിടത്തി ഇവർ 2 പേരെയും വധിച്ചു. അന്ന് വധിക്കപ്പെട്ട മധു കൈടഭന്മാർ പിൽക്കാലത്ത് ഖരനും അതികായനുമായി ജനിച്ചത്. ഖരനെ അന്ന് അങ്ങ് വധിക്കുകയുണ്ടായി. ഇപ്പോൾ വന്നിരിക്കുന്നത് അതികായനാണ്. ഈ അതികായൻ ഇവിടെ എത്തിച്ചേർന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. രാവണനിങ്ങനെ കുബേരനുമായി യുദ്ധം ചെയ്ത് കുബേരനെ തോൽപ്പിച്ച് കുബേരൻ്റെ കയ്യിൽ നിന്ന് പുഷ്പവിമാനമൊക്കെ പിടിച്ചു വാങ്ങി ആഹ്ലാദത്തോട് വരുന്ന സമയത്താണ് മയൂരഗിരിയിൽ ഒരു സംഘം ഗന്ധർവ സ്ത്രീകൾ അവിടെ നിന്ന് പൂ പറിക്കുന്നതും നൃത്തമാടുന്നതും ഒക്കെ കണ്ടത്. അങ്ങനെ അവിടെ കറങ്ങി നിന്ന് പങ്കാളിയായി. അങ്ങനെ ചിത്രാംഗതൻ്റെ ഭാര്യ ചിത്രാംഗിയുമായി അടുപ്പത്തിലായി. ചിത്രാംഗിയുമായി ബന്ധം സ്ഥാപിച്ച് ചിത്രാംഗിയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് ജനിച്ചുടൻ തന്നെ കുഞ്ഞിനെ രാവണന്റെ കൈവശം ഏൽപ്പിച്ച് ചിത്രാംഗി മടങ്ങി. ആ കുഞ്ഞുമായി രാവണൻ ഉയർന്നു പൊങ്ങുവേ
ആ കുഞ്ഞ് രാവണൻ്റെ കയ്യിൽ നിന്ന് വഴുതി താഴേക്ക് പോയി. രാവണൻ സ്വന്തം പുത്രൻ കയ്യിൽ നിന്ന് വഴുതിപ്പോയത് വലിയ ഭീതിയോടെ അന്വേഷിച്ച് താഴേക്ക് ചെല്ലുമ്പോൾ ഒരു പാറമേൽ ഈ കുഞ്ഞ് അവിടെ കിടക്കുന്നതാണ് കണ്ടത്. രാവണൻ ചെന്ന് നോക്കിയൊക്കെ ആ കുഞ്ഞ് വളരുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞ് വളർന്നു വന്ന് നേരെ വന്ന് പുഷ്പവിമാനത്തിൽ കയറുകയുണ്ടായി. അങ്ങനെ രാവണൻ ആ കുഞ്ഞിന് ഇട്ട പേരാണ് അതികായൻ. എല്ലാ അസ്ത്രശസ്ത്രവിദ്യകളിലും അതിനിപുണനായ ധീരനായ പോരാളിയാണ് അതികായൻ. ഇന്ദ്രജിത്തിനേക്കാളും രാവണനേക്കാളും ഒക്കെ തന്നെ പല അസ്ത്രശസ്ത്രവിദ്യകളിലും പ്രാഗൽഭ്യമുള്ള തികഞ്ഞ പോരാളി. പക്ഷേ രാവണനോ തൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇന്ദ്രജിത്തോ കാണിക്കുന്ന നിലയിലുള്ള മായാപ്രവൃത്തികളൊന്നും തന്നെ, ഒളിഞ്ഞു നിന്നുള്ള യുദ്ധം ഒന്നും തന്നെ അതികായൻ ചെയ്യില്ല. അതികായൻ നേരിട്ടുള്ള യുദ്ധം മാത്രമേ ചെയ്യൂ. നേരെ വാ നേരെ പോ എന്നുള്ള മാർഗം മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. ആ അതികായനെ കൊണ്ടുവന്ന് രാവണൻ ഏൽപ്പിച്ചത് ധന്യമാല എന്ന് പറയുന്ന രാവണൻ്റെ അന്തഃപുരത്തിലെ രാവണൻ്റെ മറ്റൊരു ഭാര്യയായ ധന്യമാല. ധന്യമാലയ്ക്ക് കുട്ടികളില്ലായിരുന്നു. ധന്യമാലയെ അതികായനെ വളർത്തുവാൻ ഏൽപ്പിക്കുകയാണുണ്ടായി. ധന്യമാലയുടെ വളർത്തുപുത്രൻ കൂടിയാണ് അതികായൻ. ആ അതികായനാണ് ഇപ്പോൾ ഈ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതികായൻ്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് വിഭീഷണൻ വലിയ ആവേശത്തോടെ സംസാരിച്ചപ്പോൾ ശ്രീരാമദേവൻ മറുപടിയായി പറഞ്ഞു, ലക്ഷ്മണൻ ലോകത്ത് ആർക്കും തകർക്കാൻ കഴിയാത്ത ശക്തിയുള്ള ഒരു പോരാളിയാണ്. ലക്ഷ്മണന് സമാനനായ മറ്റൊരു പോരാളി ഈ ഭൂലോകത്തില്ല. സർവ്വതിനെയും ഞൊടിയിട കൊണ്ട് നശിപ്പിക്കാൻ പ്രാപ്തിയുള്ള പോരാളിയാണ് ലക്ഷ്മണൻ. ലക്ഷ്മണൻ അതുകൊണ്ട് തന്നെ അതികായനുമായി ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞു. കാരണം വിഭീഷണനോട് തൻ്റെ അനുജനും മോശമല്ല എന്നുള്ള ഒരു അറിയിപ്പ് പോലെയാണ് ഈ വിധത്തിൽ ശ്രീരാമദേവൻ പറഞ്ഞത്. പക്ഷേ ശ്രീരാമദേവൻ പറയാതെ തന്നെ വിഭീഷണൻ അറിയാം. രാമലക്ഷ്മണന്മാരുടെ ശക്തിയെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആൾ തന്നെയാണ്. അങ്ങനെ ലക്ഷ്മണനുമായി യുദ്ധം ആരംഭിച്ചു. ലക്ഷ്മണനുമായി അതികായനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. കടുത്ത പോരാട്ടം. അതുവരെ നടന്ന പോരാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പോരാട്ടം, നേർക്കുനേർ നിന്നുകൊണ്ടുള്ള പോരാട്ടം. അതികായനും ലക്ഷ്മണനും തമ്മിലുള്ള പോരാട്ടം. ആ പോരാട്ടം വളരെ ശക്തമായി. നേരത്തെ കുംഭകർണന്റെ മേൽ ശ്രീരാമദേവന്റെ അസ്ത്രം ഒന്നും നേരെ പതിക്കാത്തതുപോലെ ലക്ഷ്മണൻ അയക്കുന്ന അസ്ത്രങ്ങൾ അതികായന്റെ മേലും പതിക്കുന്നില്ല. അയക്കുന്ന ഏതസ്ത്രവും അതികായന് ചുറ്റും കറങ്ങി പോരുകയാണ്. അതികായന്റെ ദേഹത്ത് അസ്ത്രങ്ങൾ പതിക്കുന്നില്ല. പരസ്പരം കടുത്ത യുദ്ധമായി. അപ്പോഴാണ് ഒരു മനുഷ്യരൂപം അവിടെ വന്നു നിന്നുകൊണ്ട് ലക്ഷ്മണനോട് പറയുകയാണ്. ഒരു ശബ്ദം, കുമാര, സാധാരണ യുദ്ധം ചെയ്യുന്നത് പോലെ അതികായനുമായി യുദ്ധം ചെയ്താൽ അതികായൻ തോൽപ്പിക്കാനാവില്ല. അതികായൻ ധരിച്ചിരിക്കുന്ന ചട്ട ബ്രഹ്മദേവൻ നൽകിയിട്ടുള്ള ചട്ടയാണ്. ബ്രഹ്മദേവന്റെ മേൽച്ചട്ട അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മാസ്ത്രമല്ലാതെ മറ്റൊരു അസ്ത്രത്താലും ആ ചട്ട മുറിക്കുവാനോ
അതികായനെ വധിക്കുവാനേ കഴിയില്ല. അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണം. അപ്പോൾ ലക്ഷ്മണൻ ആ മനുഷ്യരൂപത്തെ, ഒരു പ്രായമായ മനുഷ്യരൂപമാണ്, സൂക്ഷിച്ചു നോക്കി. ആ രൂപം പറഞ്ഞു, ഞാൻ മാരുതനാണ്. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, വായു ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വായു ഭഗവാൻ മനുഷ്യരൂപം ധരിച്ചു വന്ന് ഈ വിധം മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത് കേട്ട് ലക്ഷ്മണൻ ഏറെ സന്തോഷത്തോടുകൂടി തന്നെ അതികായന് നേരെ ബ്രഹ്മാസ്ത്രം തൊടുത്തു. ബ്രഹ്മാസ്ത്രം തൊടുത്ത് അതികായൻ്റെ ചട്ട കീറി അതികായനെ നിമിഷങ്ങൾക്കുള്ളിൽ വധിച്ചു. അതികായൻ വധിക്കപ്പെട്ടു എന്നറിഞ്ഞ് ആ കൊട്ടാരം നടുങ്ങി. ഓരോ മരണത്തിനും നടുങ്ങുകയാണ്. ഇത് വലിയ നടുക്കം. അതികായനെ പോലെ അമാനുഷനായ ഒരു പോരാളി ഈ വിധം മരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. സത്യസന്ധനായ, നീതിമാനായ, ധർമ്മിഷ്ഠനായ ഒരു പോരാളി അതികായൻ. രാവണന്റെ അഭിമാനമായിരുന്നു അതികായൻ. ആ അതികായൻ കൊല്ലപ്പെട്ടു. അതികായൻ കൊല്ലപ്പെട്ടപ്പോൾ അതുവരെ രാവണൻ അടക്കി വച്ചിരുന്ന എല്ലാ ദുഃഖവും അണവൊട്ടി ഒഴുകി. രാവണൻ വാവിട്ട് നിലവിളിച്ചുപോയി. എൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിട്ട് വാവിട്ട് വിളിച്ചുപോയി. നേരത്തെ അക്ഷകുമാരനെ ഹനുമാൻ വധിച്ചപ്പോഴോ തൻ്റെ സഹോദരൻ കുംഭകർണൻ കൊല്ലപ്പെട്ടപ്പോഴോ ഉണ്ടാകാത്തതിനേക്കാളും അപ്പുറമായ ദുഃഖമായിരുന്നു അതികായൻ വധിക്കപ്പെട്ടപ്പോൾ. അതികായൻ വധിക്കപ്പെട്ടപ്പോൾ രാവണൻ നിലവിളിച്ചുപോയി. രാവണൻ അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ധന്യമാല, അതികായൻ്റെ അമ്മ, അവിടേക്ക് കടന്നു വന്നു. അവിടേക്ക് കടന്നു വന്ന് രാവണൻ്റെ മുഖത്ത് നോക്കി, എന്താണ് എൻ്റെ മകനോട് കാണിച്ച തെറ്റ്? എൻ്റെ മകൻ എന്ത് തെറ്റാണ് ചെയ്തത്? എൻ്റെ മകനെ തിരിച്ചു തരൂ. എൻ്റെ മകനെ നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തില്ലേ? എത്രയെത്ര പേരെയാണ് നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തത്? നിങ്ങളുടെ കാമാത ആസക്തി, നിങ്ങൾ കാണിക്കുന്ന ഒരു തെറ്റിൻ്റെ പേരിൽ എത്രയെത്ര പേരാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കിത് അവസാനിപ്പിക്കാനായില്ലേ? ധന്യമാല ഒച്ച വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, പൊട്ടിത്തെറിച്ചുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. ധന്യമാല ആ ലങ്കൈ കൊട്ടാരത്തിൽ നിറഞ്ഞ് ഒച്ച വെച്ച് വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ്? രാവണൻ ഒന്നും മിണ്ടുന്നില്ല. രാവണന്റെ മുഖത്ത് നോക്കി രാവണന്റെ ഭാര്യയാണ് ചോദിക്കുന്നത്. ഇനി ഇവിടെ ഉള്ളത് മണ്ഡോദരീപുത്രനായ ഇന്ദ്രജിത്ത് കൂടി മാത്രമാണ്, മേഘനാഥൻ കൂടി മാത്രമാണ്. ആ മേഘനാഥനെയും നിങ്ങൾ കൊലയ്ക്ക് കൊടുക്കും അല്ലേ? ഈ വിധത്തിൽ ഇങ്ങനെ രാവണന്റെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ധന്യമാല ഒച്ച വെച്ച് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. കുറേ അധികം ധന്യമാല സംസാരിച്ചു കഴിഞ്ഞ് രാവണൻ ഒന്നും മിണ്ടുന്നില്ല. രാവണൻ മിണ്ടാതെ ഇങ്ങനെ ധന്യമാലയുടെ മുഖത്ത് നോക്കി കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം പുത്രൻ കൊല്ലപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാവിൻ്റെ മുഖത്ത് നോക്കി സ്വന്തം മാതാവ് ഈ വിധമൊക്കെ സംസാരിക്കുമ്പോൾ എന്തു പറയാനാണ്? നിങ്ങൾ ഒരാൾ കാരണം വരുത്തി വച്ചിരിക്കുന്ന വിന ഈ കുലം നശിപ്പിക്കും, എല്ലാവരും നശിപ്പിക്കും. ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ധന്യമാല അവിടെ നിന്നും അകത്തേക്ക് പോയി. ആ സമയം ഈ ശബ്ദം കേട്ടുകൊണ്ട് ഇന്ദ്രജിത്ത് നേരെ കടന്നു വരികയാണ്. ഇന്ദ്രജിത്ത് കടന്നു വന്ന് പിതാവിനോട്, എന്താണ് പിതാവേ നാം ഈ കേൾക്കുന്നതും കാണുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജിത്ത് സംസാരിക്കാൻ തുടങ്ങി.